അപ്പോൾ ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ബാർ ഉടമകളല്ലത്. മറ്റ് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ 814 ബിയർ ആൻഡ് വൈൻ പാർലറുകളിൽ 557 എണ്ണം, ആ കണക്ക് കൃത്യമായിരിക്കില്ല, എന്നാലും ഏതാണ്ട് അത്രയും 557 എണ്ണം മാറ്റി സ്ഥാപിക്കണം എന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് 13 5 സ്റ്റാർ ബാറുകൾ മാറ്റി സ്ഥാപിക്കണം എന്നതാണ്. 34 ക്ലബ്ബുകളിൽ 15 എണ്ണവും പൂട്ടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെ ബാറുടമകൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ കോടതി വിധിയെ. പക്ഷേ ആത്യന്തികമായി രാജ്യത്തുടനീളം എങ്ങനെ സംഭവിക്കുന്നോ അങ്ങനെ സംസ്ഥാനത്തും സംഭവിക്കേണ്ടതല്ലേ? മധ്യപ്രദേശിന്റെ മദ്യനയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനകത്ത് മദ്യഷാപ്പുകൾ മാത്രമേ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും ബാറുകളെ ടൂറിസം അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈഡ് ഹോട്ടലുകളെ മറ്റ് ബാറുകളെ മാറ്റി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഒരു മീഡിയ ചർച്ചയുമില്ല, ഒരു മാധ്യമ ചർച്ചയുമില്ല, ഒരു രാഷ്ട്രീയ ചർച്ചയുമില്ല. നമ്മൾ മാത്രം അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ മുൻപിലുള്ള ഏക ആശ്രയം നീതിപീഠം മാത്രമാണ്. ഞങ്ങൾ നീതിപീഠത്തെ സമീപിക്കും. നീതിപീഠത്തിന്റെ വിധിയെ ഓരോരുത്തർ ഓരോ തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് കൂടിയാണല്ലോ. ഇപ്പോ നിയമ സെക്രട്ടറിയുടെ നിയമോപദേശം അത് സംബന്ധിച്ച വാർത്ത മാതൃഭൂമി ന്യൂസ് തന്നെയാണ് പുറത്തുവിട്ടത്. അത് മുന്നിലുണ്ട്. ബാറുകൾ കൂടി പൂട്ടേണ്ടി വരും, കള്ളുഷാപ്പുകളും പൂട്ടേണ്ടി വരുമെന്നാണ് ആ നിയമോപദേശം. മുനിസിപ്പൽ മാത്രമല്ല ജഡ്ജി, സബ് ജഡ്ജി ഉണ്ട്, ജില്ലാ ജഡ്ജി ഉണ്ട്, ഹൈക്കോടതി ജഡ്ജി ഉണ്ട്, ചീഫ് ജസ്റ്റിസ് ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. നിയമ സെക്രട്ടറി മാത്രമാണോ നിയമകാര്യത്തിന്റെ അന്തിമ വിശകലനം നടത്തുന്നത്? ബാക്കി ആരൊക്കെ ഉണ്ട്? അത് ഞങ്ങൾ അതിലേക്ക് സംസാരിക്കും. അപ്പൊ ആ നിലയ്ക്കൊന്നും പറയാറായിട്ടില്ല. അന്തിമമായി ഞങ്ങൾ ഇതിനോട് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നീതിപീഠത്തിന്റെ സഹായം തരും. നിങ്ങൾ എന്തായാലും മന്ത്രി അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ 31-ന് മുമ്പ് പുതിയ മദ്യനയം പ്രഖ്യാപിക്കും. ആ മദ്യനയം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ബാർ ഉടമകളുടെ പ്രതിസന്ധി, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച പ്രതിസന്ധി അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ടോ? അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇത്രയും കാലം കാക്കേണ്ട കാര്യമില്ലല്ലോ. ഗർഭം ധരിച്ചു, പ്രസവിക്കാനുള്ള കാലമായിട്ട് അപ്പുറമായല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു മാജിക്കിലൂടെ ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. മറിച്ച് ഞങ്ങൾക്ക് നിലവിലുള്ളത് തന്നെ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത് അടച്ചുപൂട്ടാനുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ കേരള സമൂഹമായിട്ട് വിപത്ത് നേരിടേണ്ടി വരും. ഞങ്ങൾ നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാവോ അത് ചെയ്യും. അത്രേ ഞങ്ങളുള്ളൂ. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ആന്റണി രാജു, ഈ ക്രമസമാധാന പ്രശ്നം എന്നത് ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല. ഈ മദ്യവിൽപ്പന ഇല്ലാതായാൽ മറ്റൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ടാകും. വാറ്റും ഊറ്റും എല്ലാം വർദ്ധിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഇതിന് പൊതുവായി അതാത് പ്രദേശങ്ങളിൽ കൂടിയാലോചിച്ച് പരിഹാരമുണ്ടാക്കാൻ വേണ്ട ഒരു ഇടപെടൽ അത് സർക്കാർ നടത്തുകയല്ലേ വേണ്ടത്? അല്ല, ഇവിടെ ബഹുമാനായ ശ്രീ പന്തളം സുധാകരൻ ഇതിനകത്ത് അനാവശ്യമായ രാഷ്ട്രീയം വലിച്ചിരിക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. കാരണം ഈ പുതിയ മദ്യനയം കൊണ്ടുവന്നുകൊണ്ട് ശരിയായ ഗൃഹപാഠം ചെയ്യാതെ ഇവിടെ ഈ മദ്യനയത്തെ കുളമാക്കിയത് UDF സർക്കാരാണ്. അതിൻ്റെ ദുരന്ത ഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ തവണ UDF ഗവൺമെൻറ് പൂട്ടിയ ബാറുകളൊന്നും തന്നെ തുറക്കാനുള്ള അനുവാദം നൽകുന്നതല്ല, മറിച്ച് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് 4 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു നടപടി ഇപ്പോഴും നിലവിലുണ്ട്. UDFിൻ്റെ ഗവൺമെൻറ് 4 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാമെന്നുള്ള നിയമം ഇന്നും നിലനിൽക്കുന്നു. 4 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാനെന്ന് വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് 4 സ്റ്റാറിൽ നിന്ന് മാറി 3 സ്റ്റാറുകൾക്കും 2 സ്റ്റാറുകൾക്കും ലൈസൻസ് കൊടുക്കാനുള്ള ഒരു മദ്യനയം ഒരിക്കലും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, ഇവിടെ ബഹുമാനപ്പെട്ട ബിവറേജ് കോർപ്പറേഷൻ്റെ MD ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നില്ല. അദ്ദേഹം പറഞ്ഞ നിയമപരമായി ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ഉദാഹരണത്തിന് നന്തൻകോട് എടുക്കാം. നന്തൻകോടിൽ നിയമപരമായ ഒരു ഔട്ട്ലെറ്റ് തുറക്കണമെങ്കിൽ കോർപ്പറേഷൻ്റെ NOC വേണം. ആ NOC പോലും ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാരെയും മദ്യവും കൊടുത്തുവിട്ട MD ഏത് നിയമമനുസരിച്ചാണ് ഇവിടെ ഔട്ട്ലെറ്റ് തുറക്കാൻ അദ്ദേഹം തയ്യാറായത്? അപ്പോൾ ഇതുപോലുള്ള ആളുകൾ നിയമപരമായ കാര്യങ്ങൾ പാലിക്കാതെ അനാവശ്യമായ ജനങ്ങളെ സമരത്തിലേക്ക്, കൺഫ്രണ്ടേഷനിലേക്ക് തള്ളിവിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇമേജ് നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം കൂടി നടക്കുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയുടെ പറഞ്ഞത് നിയമപരമായി മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. നന്തൻകോട് ഒരു ഉദാഹരണമാണ്.
രാവിലെ ഒരു കോർപ്പറേഷൻ്റെ NOC ഇല്ലാതെ എക്സൈസിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ തുറക്കുന്നതിന് വേണ്ടി ഈ കെട്ടിടത്തിൻ്റെ TCU നമ്പറോടുകൂടിയുള്ള ഒരു പെർമിഷൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകാതെ ബിവറേജസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർ കുറേ മദ്യവും കൊണ്ട് ഇവിടെ വെച്ച് വിൽക്കാൻ വന്നാൽ അത് വിരുദ്ധമാണ്, അത് നിയമവിധേയമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് MD എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു? അപ്പോൾ ഇത്തരം നിയമലംഘനങ്ങൾ നടത്താൻ ബിവറേജസ് കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ബോധപൂർവം ശ്രമിക്കുന്നതാണ് ഇവിടെയുള്ള കുഴപ്പങ്ങൾക്ക് കാരണം. അതുപോലെ തന്നെ ഹൈവേയുടെ സൈഡിലുള്ള ബാറുകളും പിന്നെ ഔട്ട്ലെറ്റുകളും പൂട്ടണമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ജനങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ജനങ്ങളും എതിർക്കുന്ന പ്രദേശങ്ങളിൽ വേണ്ട എന്ന് പറഞ്ഞാൽ കുറേ ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ കുറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് കേരളം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം കൂടി നേടിക്കൊണ്ട് ജനങ്ങളുടെ എതിർപ്പില്ലാത്ത വിധത്തിൽ ജനസാന്ദ്രത ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് ഇത് മാറ്റുവാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ഹർഷൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളം ഇതിൻ്റെ പേരിൽ ഒരു വലിയ കലാപത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടാൻ ബിവറേജസ് കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തയ്യാറാകരുത്. അഡ്വക്കേറ്റ് MC ആഷി, ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന ഇത് തന്നെ ഇപ്പം 10-20 ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ചിലയിടത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ നിയമം പാലിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിനടുത്ത്, ആ ടെക്നോ പാർക്കിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ജീവനക്കാർ ജോലി ചെയ്യുന്ന അവരുടെ താമസ സ്ഥലത്തിനടുത്ത് അതല്ലെങ്കിൽ ആ ഫേസ് 3യുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ്, അതിനോട് ചേർന്നാണ് പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റ് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് ഹൈവേയിൽ നിന്ന് ഒരു 300 മീറ്റർ പോലും ദൂരമില്ല എന്നത് വാസ്തവമാണ്. അത് നേരിട്ട് ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറയുന്നത്. അത്രയും അടുത്താണ് അത് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ ജനത്തിരക്കുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആ ബിവറേജസ് ഔട്ട്ലെറ്റിൻ്റെ പ്രവർത്തനം സുഗമമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം അവിടെ വലിയ ഒരു എതിർപ്പൊന്നുമില്ല, പക്ഷേ അവിടെ നിയമം പാലിക്കപ്പെടുന്നില്ല. ആ സാഹചര്യം എങ്ങനെയാണ് ചോദ്യം ചെയ്യാനാവുക? ആ കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെയുള്ള ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അല്ല, നിയമവിരുദ്ധമായിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി ഇക്കാര്യത്തിൽ പുതിയതായിട്ട് സ്ഥാപിക്കുന്ന ലിക്കർ ഷോപ്പുകൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ അനുമതി ലഭിക്കാതെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഒരു പ്രദേശത്തും ഇത്തരം സ്ഥാപനങ്ങൾ എങ്ങനെ തുടരാൻ വേണ്ടി കഴിയും? ഇപ്പോൾ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിനകത്ത് അത് വരുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് പെടുന്ന സ്ഥലമാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന് തന്നെ അനുമതി നൽകിയേ പറ്റുള്ളൂ. ആ അനുമതി നൽകാതെ അത്തരം ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കോർപ്പറേഷൻ സെക്രട്ടറി അതിനെതിരായിട്ട് നടപടിയെടുക്കേണ്ടതും അത് അടച്ചുപൂട്ടേണ്ടതുമാണ്. അതുപോലെ ഹൈവേയിൽ നിന്നുള്ള 300 മീറ്റർ ദൂരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 500 മീറ്റർ കുറയാത്ത ദൂരത്തേക്ക് ഇത് മാറ്റണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത്. മാർച്ച് 31 വരെ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർച്ച് 31 വരെ ഇത്തരം സ്ഥാപനങ്ങൾ 500 മീറ്റർ പരിധിക്ക് അകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ വിധിയുടെ ലംഘനമാവില്ല. പക്ഷേ അതിനുശേഷവും ഒരു സർക്കാർ സ്ഥാപനം സർക്കാർ അറിഞ്ഞുകൊണ്ട് ബിവറേജസ് കോർപ്പറേഷൻ്റെ അധികാരികളുടെ തീരുമാനപ്രകാരം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയോടുകൂടി ഈ പറയുന്ന ദൂരപരിധിക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആ സ്ഥാപനങ്ങൾക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ അനധികൃതമായ വരുമാനം ഉണ്ടാക്കുന്ന സ്വകാര്യ വ്യക്തികൾ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വിജിലൻസ് കേസ് വരാവുന്നതാണ് ഇവർക്കെതിരെ. പക്ഷേ ഈ കോടതി വിധിയെ ഒരു രാജ്യത്തിന്റെ പൊതുവായ താല്പര്യം അല്ലെങ്കിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും സാഹചര്യം ഒരുപോലെയാണ് എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു വിധിയാണ് എന്ന വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് പഞ്ചാബിലെയും അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലെയും ഒക്കെ സാഹചര്യം നോക്കിക്കണ്ട് നടപ്പാക്കിയ ഒരു വിധിയാണ്. അവിടെ സ്വകാര്യ മേഖലയിലാണ് വ്യാപകമായി ഈ കച്ചവടമെല്ലാം നടക്കുന്നത്. പക്ഷേ കേരളത്തിൽ അതല്ല സ്ഥിതി. കേരളത്തിൽ സർക്കാർ നേരിട്ടാണ് ഇതെല്ലാം ഈ കച്ചവടമെല്ലാം നടത്തുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനമുണ്ട്. അത് തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സർക്കാരിന് ഭീമമായ വരുമാന നഷ്ടമുണ്ടാകുന്ന ഒരു ഏർപ്പാട് കൂടിയാണ് അത്. എങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് അതിൻ്റേതായ ഒരു വെപ്രാളവും ഉണ്ടാകും. അത് പരിശോധിക്കാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.